ചേട്ടാ, മൂക്കൻ കുന്നിന്റെ തെക്കേ ഭാഗത്തല്ലേ ചോർപ്പൻകുളം? അല്ല, കിഴക്ക. അല്ലല്ല, തെക്ക. അതിന്റെ കിഴക്ക് ഇളയൻപാറ. ഇളയൻപാറ ജലദോഷക്കുന്നിന്റെ പടിഞ്ഞാറ. അല്ലല്ല, ചോർപ്പൻകുളത്തിന്റെ തെക്ക. അല്ല, അത് തെറ്റാ. ചേട്ടൻ പറഞ്ഞതാ തെറ്റ്. ശരു, ഇതുപോലുള്ള സംശയം തീർക്കാൻ ഒരു വഴിയുണ്ടാക്കണം. വേണ്ട വേണ്ട. അതെന്താ? വഴിയുണ്ടാക്കിയാൽ പിന്നെ വഴി തെക്കാണോ വടക്കാണോ എന്നൊക്കെ പറഞ്ഞ് ഇവന്മാർ അടിപിടിയാവും. ആ വഴി അല്ലടോ. സ്ഥലങ്ങൾ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ ഒരു സൂത്രം വേണമെന്ന്. ഒരു മാപ്പ്. മാപ്പോ? മാപ്പ് പറയുന്നത് എന്തിനാ? മാപ്പ് എന്ന് വെച്ചാൽ ഭൂപടം. കുന്ന്, പുഴ, കുളം, പാറ ഇതൊക്കെ അടയാളപ്പെടുത്തുന്ന പരിപാടി. ദേ ഇവിടെ മൂക്കൻ കുന്ന്, അപ്പുറത്ത് ജലദോഷിക്കുന്ന്. പണി തീർന്നാൽ ഇവിടെ ബോർഡ് വെക്കണം. സൂത്രൻ മാപ്പെന്ന് പേരിടാം. കുന്നായിട്ട് തോന്നാൻ കുന്നുപോലെ മണ്ണിടാം. ഇവിടെ ഇളിയൻ പാറ. ഈ കല്ല് വെക്കാം. ഒറിജിനാലിറ്റി കിട്ടും. ശരു, താൻ തുളയുള്ള കല്ല് കുറെ കൊണ്ടുവാ. അതെന്തിനാ? ഗുഹ പോലെ വെക്കാനാടോ. താൻ വരുമ്പോഴേക്ക് ഞാൻ കുറെ വർക്ക് തീർത്ത് വെക്കാം. തുളയുള്ള കല്ല് 10-20 കൊണ്ടുവന്നു. ഹമ്പോ, ഇത് സൂപ്പർ. വഴിയും പുഴയും ഒക്കെ വരച്ചു. പാറയ്ക്ക് പകരം കല്ല് നിരത്തി. മരത്തിന് പകരം ചെടിയുടെ കമ്പും വെച്ചു. ഇതെന്താ നടുക്ക് വളഞ്ഞ വര? അത് പുഴയാ. ജലദോഷിക്കുന്നിൽ നിന്നല്ലേ പുഴ വരുന്നത്. ഞാൻ ആനച്ചേട്ടനെ വിളിക്കാം. ആനച്ചേട്ടനോ? ഓ, ഇത് കാണിക്കാനാ. വന്നല്ലോ. ഒറിജിനൽ വെള്ളമാണെങ്കിൽ ശരിക്കും പുഴയായിട്ട് തോന്നും. തട്ടിയാൽ ശബ്ദം. ഗുഹയ്ക്കകത്തെ ചുവരിൽ കല്ലുകൊണ്ട് തട്ടിയാൽ ക്ണീ ക്ണീ എന്ന് ശബ്ദം കേൾക്കും. അക്കാര്യം ഇവിടെ എഴുതി വെക്കണം. ബോർഡ് എഴുതാൻ ആ പടം വരയ്ക്കുന്ന കരടിയോട് പറഞ്ഞിട്ടുണ്ട്. പോയി ആ ബോർഡ് വാങ്ങിക്കൊണ്ടുവാ. 2 ആളും കൂടി പോകണ്ട. സൂത്രന് വേറെ പണിയുണ്ട്. നല്ല പതുപതുപ്പുള്ള ഒരു മെത്തയുണ്ടാക്കി കൊണ്ടുവരണം. മെത്തയോ? എങ്ങനെ? എങ്ങനെയെന്നൊക്കെ താൻ തീരുമാനിച്ചോ. ബോർഡ് കൊണ്ടുവരാൻ ശരി പോയാൽ മതി. കുറച്ച് ചായം വേറെ വാങ്ങണം. സൂത്ര, ബോർഡ് കിട്ടി. ഇതെന്താ? കലക്കൻ മെത്തയാ. വള്ളികൾ കൂട്ടി തുന്നി സഞ്ചി പോലെയാക്കി. എന്നിട്ടതിൽ പലതരം ഇലകൾ നിറയ്ക്കുകയാ. ഞാനും സഹായിക്കാം സൂത്ര. വേണ്ട വേണ്ട, താനായാൽ ശരിയാവില്ല. ഇലകളൊക്കെ ശ്രദ്ധിച്ചടിക്കാലേ ശരിയാവൂ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. ഹാ. അയ്യോ. ഹാവ്. സൂത്രന്റെ കരച്ചിലല്ലേ അത്? എന്ത് പറ്റി സൂത്ര? ആരൊക്കെയോ വന്ന് ഇടിച്ചടോ. എന്താ കാര്യമെന്ന് മനസ്സിലായില്ല. ആദ്യത്തെ ഇടിക്ക് തന്നെ മുതുകൊടിഞ്ഞു. പിന്നെ പുറത്തിറങ്ങാൻ പറ്റിയില്ല. എനിക്കും ഇടിയുണ്ട് സൂത്ര. കടിയന്റെ ഇടി. ഞാൻ ഈ ബോർഡ് ഇവിടെ വെച്ച് മറന്നതിനാ. ഇവിടെ ഇടിച്ചാൽ ശബ്ദം കേൾക്കും. എനിക്ക് ഇടി കൊണ്ടതിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായി.